ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബ്ലോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ഒരു കോലം കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ആക്ച്വലി ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് മുടിയൊന്നും ഈരിയില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വരിക്കെട്ടി വെച്ചേക്കുകയാണ്. ഇന്നലെ ഷാമ്പൂ വാഷൊക്കെ ചെയ്ത് വെച്ചേക്കണോണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കണം. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ ഓൾറെഡി നമ്മുടെ ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ഉണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നവംബർ ഫസ്റ്റ് വീക്ക് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് തോന്നുന്നു. അപ്പം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ സർപ്രൈസിങ് എത്തിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പം ഇന്നിപ്പം ആക്ച്വലി എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഒരു സ്ഥലത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കൂടെ. മാത്രമല്ല നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഞാനും ചേട്ടനും കൊച്ചും കൂടി നമ്മുടെ എറണാകുളം വരെ പോവാണ്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അതെങ്ങോട്ടാകും കാര്യങ്ങളും സർപ്രൈസ് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ വഴിയെ പറയാം. ഇപ്പം ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ആണ് കേട്ടോ, എറണാകുളം സ്റ്റേ ആണ്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഉച്ചയ്ക്കാണ് ഇറങ്ങുള്ളൂ കേട്ടോ. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇറങ്ങുള്ളൂ. കാരണം ചേട്ടന് ഇന്നും വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പോവുള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടോ? എന്താ ടെൻഷനുണ്ട്, നല്ല രീതിയിൽ ടെൻഷനുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോകുന്നത്, ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ പാറുവിനെ ഞങ്ങളിട്ടൊരു പിരിഞ്ഞ് ഇരുന്നിട്ടില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ പാക്കിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതെല്ലാം പാക്ക് ചെയ്യാൻ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനായതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് ലഗേജ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെറും 3 ബാഗ് ഇത്ര വലിപ്പമുള്ളതുള്ളൂ കേട്ടോ. നിറച്ച് സാധനങ്ങളാണ്. എനിക്ക് എങ്ങോട്ട് പോയാലും എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു ബേസിക് ഐറ്റംസ് എല്ലാം എൻ്റെ കയ്യിൽ തന്നെ കാണണം. അത് കാരണം ഞാനെല്ലാം ഒരു ദിവസത്തെ സ്റ്റേ ആണെങ്കിൽ പോലും ഞാനെല്ലാം കൊണ്ടുപോവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തെല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി റെഡിയായി വരുന്നതിൻ്റെ ആ ഒരു താമസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങും. ഇപ്പെല്ലാരും കിട്ടില്ലേ? സർപ്രൈസ് ഞാൻ ഇവരെ വിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ. ഇനി തൊട്ട് കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കി എനിക്കും പാർക്കുട്ടിക്കും ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഇനി അങ്ങോട്ട് വെട്ടമായിരുന്നു കാണത്തില്ല. ഈ കൊച്ചിന്റെ കാര്യമൊക്കെ നോക്കി ഇവർ രണ്ടുപേരും കൂടി വീട്ടിലിരിക്കും. ഞാൻ പോയി നമ്മളെ കാട്ടിലാണ് കേട്ടോ. കാട്ടില് നീരുമംഗലം എത്താറായി. അപ്പൊ അപ്പം കഴിക്കണം ഇങ്ങോട്ട് അറിയിക്കുന്നത്.
ഇരിക്കില്ല, പരിചയമില്ലാത്ത സ്ഥലത്തിരിക്കില്ല. അമ്മച്ചോ പാറ് ബിസ്ക്കറ്റ് എന്ത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എന്ത് പാറുകുട്ടാ പാറു ടാറ്റ എന്നേ ടാറ്റ 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 ടാറ്റ. കണ്ടോ, അത് ഇഷ്ടപ്പെട്ടില്ല കണ്ടോ. ടാറ്റ എന്നേ ടാറ്റ 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 എന്നേ ടാറ്റ. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞാൻ ഫ്രൈഡ് റൈസും പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. വിശപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക്, അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം ഹെവി ആയിട്ടാണ് കഴിച്ചത്. ഇനിയിപ്പം നമ്മളവിടെ വൈകിട്ട് റൂമിൽ ചെന്നിട്ട് വൈകിട്ട് ചിലപ്പം ലൈറ്റായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അന്നേരം കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു, അത് കാരണം അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ കഴിച്ചു. എറണാകുളം എത്തി. വൈറ്റിലയിലാണ് നമ്മൾ റൂം എടുത്തിരുന്നത്. അവിടെ മെർമെയ്ഡ് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമുക്കൊന്ന് കറങ്ങാനൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. റൂമിലെത്തി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നൈറ്റ് നമ്മുടെ എറണാകുളത്തിൻ്റെ ഒരു ഭംഗി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി അത്യാവശ്യം ഹെവി ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇപ്പം നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അത് കാരണം പിന്നെ എന്തെങ്കിലും ജ്യൂസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വിശപ്പുണ്ടായിരുന്നില്ല അന്നേരം. കാരണം ഒരു 3 മണിക്കൂർ എന്തായാലും 2.5-3 മണിക്കൂർ ഏകദേശം എടുത്തു കേട്ടോ. കാരണം നല്ല ബ്ലോക്കായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഇവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പൂളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയും എനിക്ക് അത്ര വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഡിസംബറൊക്കെ ആയതുകൊണ്ട് അതിന് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അപ്പുറം നമ്മുടെ കായലുണ്ട്, അപ്പം അടുത്തായിട്ട് തന്നെയാണ് പൂളും വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളത്തിന് തീരെ തണുപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൂളിലൊക്കെ ഇറങ്ങണം എന്നോർത്തിട്ടാണ് കേട്ടോ. പിന്നെ ഇത് പബ്ലിക് പൂളായതുകൊണ്ട് തന്നെ
നമുക്ക് ഗേൾസിന് അത് അത്രയും ഇതായിട്ട് തോന്നുന്നില്ല എനിക്ക്. പ്രൈവറ്റ് പൂളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയപ്പം ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പാറുകുട്ടാ, പാറു മതി മതി. നമ്മൾ ആ ഒരു വയറ്റിലെ ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിക്കാണ്. ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കൊച്ചി ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വൈകിട്ട് വലിയ തിരക്കൊന്നുമില്ല, കാരണം നമ്മൾ 9-9:30 ആവുന്നു തോന്നുന്ന സമയം. അപ്പം അതിൻ്റെ അതായ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊന്ന് കറങ്ങി അടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ, എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ജസ്റ്റ് നമ്മളൊന്ന് ആ ഒരു ബീച്ച് സൈഡിൽ നമുക്കിങ്ങനെ ഫുട്പാത്ത് പോലെയുണ്ട്, അവിടേക്കൊന്ന് ജസ്റ്റ് നോക്കി നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. കടയിൽ നമ്മൾ പോകുന്ന ആ വഴിക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ഐസ്ക്രീം, അതുപോലെ പാനിപ്പൂരി, ചോളം, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, മാങ്ങ, നെല്ലിക്ക, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നല്ല അടിപൊളി ഓംലേറ്റുകൾ, അങ്ങനത്തെ തട്ടുകട ഐറ്റംസ്. പിന്നെ നമുക്കിപ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പൊട്ടറ്റയുടെ ഒരു ചിപ്സ് നമ്മളിങ്ങനെ ഒരു സംഭവത്തിൽ ചെയ്ത് തന്നിട്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ. മാത്രമല്ല അത്യാവശ്യം താമസം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് നാളെ വേറൊരു പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് നേരത്തെ എന്തായാലും തിരിച്ചു പോകണം. അപ്പം വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. റൂമിലേക്ക് എത്തിയിട്ടോ. പിന്നെ വൈകുന്നേരം ഇവർ വന്നു കഴിഞ്ഞിട്ട് ചൂടാണെന്ന് പറഞ്ഞിട്ട് ഇവർ പാറുവും ചേട്ടനും കൂടിയും പൂളിലൊക്കെ ഇറങ്ങി. പാറു ആദ്യമായിട്ടാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ അവളെ ഇറക്കി. അവളാകുമ്പോൾ നമുക്ക് സേഫ് ആണല്ലോ, നമ്മുടെ അരക്കപ്പേ വെള്ളമുള്ളൂ, പിന്നെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം പാറൂട്ടീനെ ഇറക്കി. അപ്പോൾ ഇവർ അടിച്ചു പൊളിക്കുമായിരുന്നു അവിടെ. ഞാൻ കരയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇപ്പോൾ സർപ്രൈസ് എന്താണെന്ന് ഓൾറെഡി ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം വരുന്ന ദിവസങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥിരം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.